ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട്. വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെറുപ്പക്കാരുടെ അപകട മരണം. ബോധവൽക്കരണം വേണ്ടത് രക്ഷിതാക്കൾക്കെന്ന് ADGP. VSന്റെ പ്രോസിക്യൂഷന് ഗവർണറുടെ അനുമതി തേടുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം. ദുർഗയും രാംനഗർ സ്കൂളും മുന്നിൽ. കൊച്ചി മെട്രോയ്ക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തേടാനുള്ള നീക്കം. പദ്ധതിയിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ പങ്കാളിത്തം കുറയ്ക്കാനെന്ന് സൂചന. വാർത്തകൾ വിശദമായി. ഹെൽമറ്റ് ധരിക്കാതെയും നിയമങ്ങൾ പാലിക്കാതെയും റോഡിലൂടെ ബൈക്കിൽ ചീറിപ്പായുന്ന ചെറുപ്പക്കാർക്കല്ല, അവരുടെ രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണം നൽകേണ്ടതെന്ന് വടക്കൻ മേഖല ADGP N. ശങ്കർ റെഡ്ഡി പറഞ്ഞു. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ആൺമക്കൾക്ക് ബൈക്ക് വാങ്ങി നൽകുന്നത് രക്ഷിതാക്കൾക്ക് ഒരു ഫാഷനാണ്. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ട്രാഫിക് ആക്സിഡൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന മരണങ്ങളുടെ എണ്ണം വളരെ വളരെ അധികമാണ്. ഇതിൽ കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് 2 വീലേഴ്സിൻ്റെ ആൾക്കാരാണ്. 1/4 ആൾക്കാർ 4145 1000 ചില്ലാണ് 1200 വരെ മരിക്കുന്നത് 2 വീലേഴ്സിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ. ചെറുപ്പക്കാർക്ക് രക്ഷിതാക്കൾ ഈ മോട്ടോർ ബൈക്ക് വാങ്ങിക്കൊടുക്കുന്നു. അവരുടെ പയ്യൻ എങ്ങനെയാണ് റോഡിലെ ഈ 2 വീലറായിട്ട് പോകുന്നതെന്ന് അച്ഛനമ്മമാരൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ട്രിവാൻഡ്രം പോകുമ്പോൾ തൃശ്ശൂരിൽ വെച്ച് ഒരു പയ്യൻ മോട്ടോർ ബൈക്കിലെ ഒരു സർക്കസ് ചെയ്ത് കണ്ടിട്ടാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വണ്ടി കുറച്ച് അയാളെ പിടിക്കണമെന്ന ഉദ്ദേശത്തോട് കുറച്ച് സ്പീഡായിട്ട് പോയിട്ട് തടഞ്ഞിനെ എടുത്തിട്ട് ചോദിച്ചപ്പോൾ അയാളോട് ചോദിച്ചു, അച്ഛൻ എവിടെയാണ്? അച്ഛൻ ഗൾഫിലാണ്. അമ്മ എവിടെയാണ്? അമ്മ കോട്ടയത്താണ്. വീട് എവിടെ? കോട്ടയത്താണ്. അയാൾ എവിടുത്തുകൊണ്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ കോയമ്പത്തൂരിൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി കോയമ്പത്തൂരിൽ നിന്ന് കോട്ടയത്തേക്ക് മോട്ടോർ ബൈക്കിലാണ് പോകുന്നത്. റോഡിലെ സർക്കസ് കളിച്ചു. കണ്ണൂർ മേഖല IG ജോസ് ജോർജ്, പോലീസ് ചീഫ് S. സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ്ബും ജനമൈത്രി പോലീസും ജില്ലാ റെഡ് ക്രോസ് സൊസൈറ്റിയും ചേർന്നാണ് ട്രാഫിക് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പോലീസിന്റെ ട്രാഫിക് ബോധവൽക്കരണ മാസാചരണത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് നടത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ ഉപാധ്യക്ഷൻ പ്രഭാകരൻ വാഴുന്നോറടി അധ്യക്ഷനായി. ഡോക്ടർ KG പൈ പ്രഥമ ശുശ്രൂഷ ക്ലാസ് നൽകി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ MK വിനോദ് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അംഗങ്ങളായ T. അബൂബക്കർ ഹാജി, T. കുഞ്ഞികൃഷ്ണൻ, VV രമേശൻ, യൂസഫ് ഹാജി, റോട്ടറി ക്ലബ് പ്രസിഡന്റ് N. സുരേഷ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ഉപ പോലീസ് മേധാവി H. മഞ്ജുനാഥ് നന്ദി പറഞ്ഞു. വ്യാപാര ഭവന് പുറത്ത് റോഡരികിൽ വിവിധ ഫോട്ടോകൾ പ്രദർശിപ്പിച്ച പോലീസ് വാൻ ആകർഷണീയമായി. അപകട ദൃശ്യങ്ങളുടെയും അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റവരുടെയും ദൃശ്യങ്ങൾ അടങ്ങിയ 68 ഫോട്ടോകളാണ് പ്രദർശനത്തിലുണ്ടായത്. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ KV വേണുഗോപാൽ, ജനമൈത്രി പോലീസുകാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. മടിക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവത്തിൽ പൊതുവിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറിയും ഹൈസ്കൂൾ വിഭാഗത്തിൽ SRM GHWHS രാംനഗർ സ്കൂളും മുന്നിൽ നിൽക്കുന്നു. UP വിഭാഗത്തിൽ GUP സ്കൂൾ പുതുക്കയും സെന്റ് ആൻസ് AUP സ്കൂൾ നീലേശ്വരവും മുന്നിട്ട് നിൽക്കുന്നു. UP വിഭാഗത്തിൽ GUP സ്കൂൾ പുതുക്കയും സെന്റ് ആൻസ് AUP സ്കൂൾ നീലേശ്വരവും മുന്നിട്ട് നിൽക്കുന്നു.
സംസ്കൃതോത്സവത്തിലും ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളാണ് മുന്നിൽ. അറബിക് കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടപ്പുറവും, UP വിഭാഗത്തിൽ GF UP സ്കൂൾ കാഞ്ഞങ്ങാട്ടും, LP വിഭാഗത്തിൽ MC BMA LP സ്കൂൾ ബല്ലാക്കടപ്പുറവും മുന്നിലാണ്. സ്റ്റേജ് ഇതര മത്സരങ്ങൾ പൂർത്തിയായി. സ്റ്റേജിന മത്സരങ്ങൾ ബുധനാഴ്ച ആരംഭിച്ചു. LP വിഭാഗത്തിൽ ഭരതനാട്യ മത്സരത്തിൽ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂളിലെ ഗൗരി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. tadimi takkitta dum tadum tam tadimi takka dum tadum tum takkitta dum tadum tarigidam 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 tadimi takkitta dum tadum tam tadimi takka dum tadum tum takkitta dum tadum tarigidam tarigidam tadimi takkitta tadimi takka tadimi tak tadimi tak tarigidam tadimi takkitta tadimi takka tadimi tak tadimi tak tarigidam tadimi takka tadimi taka dhimi takita taka dhimi takita taka dhimi taka dhimi taka junuta taka dhimita taka dhimi കാസർഗോഡ് ഭൂമിദാന കേസ് തനിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പോരാട്ടം നടത്തുന്നതിന്റെ പ്രതികാരമാണിത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതികാരത്തിന് കൂട്ടുനിൽക്കുന്നുവെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത്തരം അനുഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എല്ലാ തട്ടിപ്പ് തന്ത്രങ്ങളെയും അതിജീവിച്ച് അഴിമതിക്കെതിരായ പോരാട്ടം തുടരും. മന്ത്രി കുഞ്ഞാലിക്കുട്ടിയുടെ വേഷങ്ങളാണ് ഇതെല്ലാമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിദാന കേസിൽ VS അച്യുതാനന്ദനെയും മുൻമന്ത്രി KP രാജേന്ദ്രനെയും പ്രതികളാക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം വിജിലൻസിന് പ്രോസിക്യൂഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ നിയമോപദേശം നൽകിയിരുന്നു. പ്രോസിക്യൂഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ G ശശീന്ദ്രനാണ് വിജിലൻസ് ഡയറക്ടർ മകേഷ് കുമാർ സിംഗ്ലയ്ക്ക് നിയമോപദേശം നൽകിയത്. ഇതിന്റെ തുടർച്ചയായി ഇതു സംബന്ധിച്ച ഫയൽ ചൊവ്വാഴ്ച വിജിലൻസിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലെത്തി. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സാജൻ പീറ്റർ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഫയൽ നൽകി. തുടർന്ന് നടന്ന രാഷ്ട്രീയ കൂടിയാലോചനകൾക്കൊടുവിൽ VSനെതിരായ പ്രോസിക്യൂഷന് അഡ്വക്കേറ്റ് ജനറലിനെയും ഗവർണറുടെയും അനുമതി തേടാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. കൊച്ചി മെട്രോയ്ക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തേടാനുള്ള നീക്കം പദ്ധതിയിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ പങ്കാളിത്തം കുറയ്ക്കാനെന്ന് സൂചന. മെട്രോ യാഥാർത്ഥ്യമാക്കാൻ ജയ്ക്കയെ കൂടാതെ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ ചൊവ്വാഴ്ച ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത്. ഇതിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറെ ബോർഡ് ചുമതലപ്പെടുത്തി. ഒരു ഏജൻസിയെ മാത്രം ആശ്രയിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാകില്ലെന്നതാണ് ഇതിനു കാരണമായി കേന്ദ്ര നഗര വികസന സെക്രട്ടറി സുധീർ കൃഷ്ണ ബോർഡ് യോഗത്തിനു ശേഷം വിശദീകരിച്ചത്. ബാംഗ്ലൂർ മെട്രോയ്ക്കുള്ള വായ്പ ഏതാനും ഏജൻസികൾ ചേർന്ന കൺസോർഷ്യം വഴിയാണെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ജയ്ക്കയിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തിന് ഗുണകരമായ വ്യവസ്ഥകൾ മറ്റു ഏജൻസികൾ നൽകുന്നുണ്ടോ എന്ന് ഇതുവഴി വ്യക്തമാകും. ജയ്ക്ക വായ്പയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടായാൽ പദ്ധതിയെ ബാധിക്കാനിടയുണ്ട്. ഇതൊഴിവാക്കാനുള്ള മുൻകരുതൽ എന്ന നിലയ്ക്കാണ് പുതിയ നീക്കമെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ പദ്ധതിയിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ പങ്കാളിത്തം കുറയുന്നതിൻ്റെ സൂചനയാണ് മറ്റു ഫണ്ടിംഗ് ഏജൻസികളെ തേടുന്നതിന് പിന്നിലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കൊച്ചി മെട്രോ പദ്ധതിക്ക് DMRCയുടെ നിർണായക പങ്കാളിത്തമുണ്ടെങ്കിൽ മാത്രമേ വായ്പ നൽകാൻ താൽപ്പര്യമുള്ളൂ എന്ന് ജയ്ക്ക വ്യക്തമാക്കിയിരുന്നു. DMRCയുടെ പങ്കാളിത്തം കുറഞ്ഞാൽ വായ്പ നൽകുന്നതിൽ നിന്നും ജയ്ക്ക പിന്നോക്കം പോയേക്കും. അടുക്കത്ത് ബയലിൽ മീൻ കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ലോറി ഉടമയ്ക്കും ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. ലോറി ഉടമയായ കണ്ണൂരിലെ ഹഫി, ഡ്രൈവർ ഖാദർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് അപകടം. കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് മീൻ കയറ്റി പോവുകയായിരുന്ന ലോറി നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു.
സംസ്ഥാന ടൈലേഴ്സ് അസോസിയേഷൻ KSTA താലൂക്ക് സമ്മേളനം വ്യാപാരഭവനിൽ നടന്നു. നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് മുന്നോടിയായി തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി. KSTA താലൂക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണ ഷെട്ടി അധ്യക്ഷത വഹിച്ചു. ഇടവേള. ആയുർവേദം പ്രകൃതി കനിഞ്ഞു നൽകിയ ജീവനൌഷധങ്ങളാൽ മാനവരാശിക്ക് രോഗദുരിതങ്ങളില്ലാതെ കഴിയുന്നതിനുള്ള ജീവന മന്ത്രം. ധാര, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഇലക്കിഴി, നവരക്കിഴി, പഞ്ചകർമ്മ മുതലായ ആധികാരിക ചികിത്സകൾ. കൂടാതെ നിങ്ങളെ അലട്ടുന്ന ഏത് രോഗങ്ങൾക്കും ശാശ്വത പരിഹാരം. സുഖപ്രദമായ പരിചരണം. പാരമ്പര്യം ചോർന്നു പോകാതെ അത്യാധുനിക സജ്ജീകരണങ്ങൾ. വിപുലമായ ഫാർമസി. ശാന്തമായ അന്തരീക്ഷം. വിശാലമായ പാർക്കിംഗ്. പ്രകൃതി ജീവനത്തിനിണങ്ങിയ ഭക്ഷണശാല. ദീപ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കുസവൻകുന്ന്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ഫോൺ 04672980-148. വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് ഭൂമിദാന കേസിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വിചാരണയ്ക്ക് ഗവർണറുടെ അനുമതിയടക്കം എല്ലാ അനുമതികളും തേടുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം അനുസരിച്ചാണ് ഇതുവരെയുള്ള നടപടികൾ. കേസിൽ ആഭ്യന്തര സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ട് സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. VSന്റെ കാര്യത്തിൽ പ്രധാനമായും 3 വിഷയങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന ശുപാർശയാണ് മുഖ്യം. ഭരണഘടനാ സ്ഥാനം വഹിക്കുന്നതിനാൽ ഗവർണറുടെ അനുമതി വേണോ എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഇക്കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശയെക്കുറിച്ചും AGയുടെ ഉപദേശം തേടും. ഗവർണറുടെ നിയമോപദേശം തേടേണ്ടെന്നാണ് വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച നിയമോപദേശം. ആഭ്യന്തര സെക്രട്ടറി കൈമാറിയ റിപ്പോർട്ടിലും ഇക്കാര്യമുണ്ട്. ഗൂഢാലോചന നടന്നുവെന്ന് തെളിയിക്കുന്ന IPCയിലെ 120B വകുപ്പും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 120B വകുപ്പുണ്ടെങ്കിൽ മാത്രമേ ഗവർണറുടെ അനുമതി തേടേണ്ടതുള്ളൂ എന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ CPM നിയമസഭാ കക്ഷി ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടിരുന്നു. സർക്കാർ ധൃതി പിടിച്ച് തീരുമാനമെടുക്കില്ല, പഴുതടച്ച് നിയമപരമായ മാർഗത്തിലൂടെ മുന്നോട്ടു പോകൂ എന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. 15 കിലോഗ്രാം കഞ്ചാവുമായി 2 പേരെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. മധുര സ്വദേശി കാശിരാജ്, രാജപാളയം സ്വദേശി മുരുകേശൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മധുര സ്വദേശി കാശിരാജ്, രാജപാളയം സ്വദേശി മുരുകേശൻ എന്നിവരെയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 15 കിലോഗ്രാം കഞ്ചാവും വെള്ള അംബാസിഡർ കാറും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. കാശിരാജാണ് ലഹരികടത്ത് സംഘത്തിന്റെ തലവൻ. വർഷങ്ങളായി കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ലഹരി വിൽക്കുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കാശിരാജിന്റെ കഞ്ചാവ് തോട്ടത്തിന്റെ കാവൽക്കാരനാണ് മുരുകേശൻ. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവറാണ് കാശിരാജ്. കാറിന് മുന്നിൽ ദേശീയ പതാകയുടെ മാതൃക വെച്ച് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബോർഡ് വെച്ചായിരുന്നു കഞ്ചാവ് കടത്ത് നടത്തിയിരുന്നത്. കേരളത്തിൽ നിന്നും ഡോക്ടറുടെയോ വക്കീലിന്റെ ബോർഡ് വെച്ചാണ് തമിഴ്നാട്ടിലേക്ക് കഞ്ചാവ് കടത്തിയിരുന്നത്. ആഴ്ചയിൽ 10 ലക്ഷം രൂപയുടെ ലഹരിമരുന്ന് സംസ്ഥാനത്തെ വിൽപ്പന നടത്തിയിരുന്നതായും കാശിരാജ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മാവോ ബന്ധമുള്ള ഒഡീഷ, ഗോവ മേഖലകളിലും കാശിരാജ് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതിനാൽ കേന്ദ്ര നർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരും കാശിരാജിനെ ചോദ്യം ചെയ്യും. ACP കൃഷ്ണകുമാർ, പ്രിൻസിപ്പൽ SI G ഗോപകുമാർ, SI രാജീവ് എന്നിവരും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. സബ്സിഡി അട്ടിമറിക്കെതിരെ വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിനെതിരെ സമരം എന്ന മുദ്രാവാക്യവുമായി LDF നേതൃത്വത്തിൽ ജില്ലയിലെ മണ്ഡലം കേന്ദ്രങ്ങളിൽ നടത്തിയ കുടുംബധർണ അധികാരികൾക്ക് താക്കീതായി. LPL കാർഡുടമകൾ 2 രൂപ നിരക്കിലുള്ള റേഷൻ അരിയുടെ സബ്സിഡി ബാങ്ക് വഴി മാത്രമേ നൽകുകയുള്ളൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ഫലത്തിൽ സബ്സിഡി തന്നെ ഇല്ലാതാക്കും. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നതെന്നും ധർണകളിൽ സംസാരിച്ച നേതാക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുപ്പക്കാരുടെ അപകടമരണം, ബോധവൽക്കരണം വേണ്ടത് രക്ഷിതാക്കൾക്കെന്ന് ADGP. VSന്റെ പ്രോസിക്യൂഷന് ഗവർണറുടെ അനുമതി തേടുമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഹോസ്ദുർ ഉപജില്ലാ കലോത്സവം, ദുർഗയും രാംനഗർ സ്കൂളും മുന്നിൽ. കൊച്ചി മെട്രോയ്ക്ക് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ തേടാനുള്ള നീക്കം. പദ്ധതിയിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ പങ്കാളിത്തം കുറയ്ക്കാനെന്ന് സൂചന. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.